അർജന്റീനയ്ക്ക് ഇതുവരെ കടുത്ത മത്സരങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എതിരാളികൾ പറയുന്നത്. കളത്തിൽ ഒരുപാട് കടുത്ത മത്സരങ്ങളുണ്ടായിരുന്നു. കേവേഡ് ആയാലും ഈജിപ്ത് ആയാലും സ്വിറ്റ്സർലാൻഡ് ഇന്നൊക്കെ ഉറപ്പിച്ചാണ് പോയിട്ടുള്ളത്. അങ്ങനെ എതിരാളികൾ പറയാനുള്ള കാരണം ഫിഫ റാങ്കിൽ മുന്നിലുള്ള അല്ലെങ്കിൽ ഒരു പരമ്പരാഗതമായിട്ട് നമ്മളൊരു ഫുട്ബോളിംഗ് നേഷനായിട്ടുള്ള ഒരു എതിരാളി ഇതുവരെയും അർജന്റീനയ്ക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് വിമർശകരുടെ ആരോപണം. പക്ഷേ ആ വിമർശനം മാറാൻ പോവുകയാണ്. സെമിയിൽ ഒരു ഒന്നൊന്നര പോരാട്ടം തന്നെ വരാനുണ്ട്. അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം എന്ന് പറയുമ്പോൾ അതൊരു നീണ്ട ചരിത്രങ്ങളുടെ ഒരു പരമ്പര തന്നെ അതിന് പിന്നിലുണ്ട്. കാരണം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരുപാട് പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ട്. നമുക്കറിയാം അർജന്റീനയുടെ സമീപത്തുള്ള ഒരു ദ്വീപ് ഫൈക്ലാൻഡ് ഐലൻഡ് എന്ന് പറയുന്ന ദ്വീപ് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതും അതിനെതിരെ അർജന്റീനക്കാർ നടത്തിയ ചെറുത്തുനിൽപ്പും അവിടെ അർജന്റീനയുടെ പട്ടാളക്കാർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി ഉണ്ട്. അർജന്റീനക്കാരെ സംബന്ധിച്ച് ബ്രിട്ടൻ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷുകാരൊക്കെ ഒരു ശത്രുതാ മനോഭാവത്തോടെയാണ് അർജന്റീനക്കാർ കാണുന്നത്. ഇനി അതിൻ്റെ ഒരു റൈവൽറി നമുക്ക് ഫുട്ബോളിലും കാണാൻ പറ്റും. ഇപ്പോൾ 1986 ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ളൊരു മത്സരം സംഭവിക്കുന്നത്. അത് അർജന്റീന ഇംഗ്ലണ്ട് മത്സരത്തിലാണ്. മറഡോണയുടെ വിഖ്യാതമായ, ഒരുപക്ഷെ അർജന്റീനക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അതൊരു ദൈവത്തിൻ്റെ കൈയാണെങ്കിൽ, മറിച്ച് ഇംഗ്ലീഷ് ആരാധകർക്ക് അങ്ങനെയല്ല. അവിടുത്തെ ഒരു ചെകുത്താൻ്റെ കൈ, അല്ലെങ്കിൽ അവരെ ചതിച്ച് നേടിയൊരു ലോകകപ്പാണെന്ന് വിശ്വസിക്കുന്ന ഇംഗ്ലീഷുകാർ ഇന്നുമുണ്ട്. അതിൻ്റെ തുടർച്ച നമ്മൾ വീണ്ടും കണ്ടിട്ടുണ്ട്. 1998 ലോകകപ്പിലും അർജന്റീന ഇംഗ്ലണ്ട് മത്സരം ഒരു ഹീറ്റഡ് പോരാട്ടമായിരുന്നു. അന്നാണ് ഡേവിഡ് ബെക്കാം ഡീഗോ സെമിയോണിയെ ചവിട്ടി റെഡ് കാർഡ് വാങ്ങി പുറത്തു പോകുന്നത്. അതും അന്ന് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പിന്നീട് അന്ന് പെനൽറ്റി ഷൂട്ടൗട്ടിൽ അർജന്റീന ജയിച്ചു കയറുകയാണ് ഉണ്ടായത്. പിന്നീട് 2002 ബെക്കാം അതിനുള്ള റിവെഞ്ച് എടുക്കുന്നതാണ് കണ്ടത്. അന്ന് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ അർജന്റീനയ്ക്കെതിരെ പെനൽറ്റി ഗോളാക്കി ഇംഗ്ലണ്ട് ജയിച്ചു കയറാനുണ്ടായത്. അതിനുശേഷം വേൾഡ് കപ്പിൽ ആദ്യമായിട്ടാണ് അർജന്റീനയും ഇംഗ്ലണ്ടും നേർക്കുനേർ വരുന്നത്. വൺ ഓഫ് ദ ഹീറ്റഡ് പോരാട്ടം തന്നെയായിരിക്കും, കളത്തിലായാലും കളത്തിന് പുറത്തും. ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ മാച്ചിന് അർജന്റീനൻ റഫറിയെയോ അർജന്റീനയുടെ മാച്ചിൽ ഇംഗ്ലീഷ് റഫറിമാരെ വെക്കാറില്ല എന്ന് പോലും പറയാറുണ്ട്. കാരണം അത്രക്കും നമ്മൾ ഒരു കൊളോണിയൽ ഹിസ്റ്ററി ഒന്നും ഇല്ലെങ്കിൽ പോലും രണ്ട് രാജ്യങ്ങളും തമ്മിൽ അത്രക്കും ഒരു റൈവൽറി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ, ഇംഗ്ലണ്ടിന് എനിക്ക് തോന്നുന്നത് നല്ലൊരു എതിരാളി തന്നെയായിരുന്നു നോർവേ. കാരണം വൺ ഓഫ് ദ ബെസ്റ്റ് ഫോമിലുള്ള ടീമാണ്. ബ്രസീലിനെ ജയിച്ചു വന്ന ടീമാണ്. എന്നിട്ട് എങ്ങനെയാണ് നോർവേയുമായിട്ടുള്ള ഈ ഒരു മത്സരത്തെ ഒരു ഇംഗ്ലീഷ് ഫാൻ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് കാണുന്നത്? നോർവേ ആയിട്ടുള്ള മത്സരം നോക്കുകയാണെങ്കിൽ, അത് നമ്മൾ തുടക്കം നോക്കിയാൽ നോർവേ വളരെ പിറകിലിരുന്ന് ഡിഫെൻഡിങ് ചെയ്ത് അങ്ങനെ ഒരു സ്റ്റാർട്ടിങ്ങിലായിരുന്നു. അപ്പോൾ ഇംഗ്ലണ്ട് തുടക്കത്തിൽ ഒരു ഫസ്റ്റ് ഹൈഡ്രേഷൻ ബ്രേക്ക് വരെ ഇംഗ്ലണ്ട് ഫുള്ളി ഡോമിനേറ്റ് ചെയ്യുന്നൊരു കാഴ്ചയാണ് കണ്ടത്. പക്ഷേ അതിനുശേഷം പൊടുന്നനെ നോർവേ ആ ടാക്ടിക്സ് മാറ്റുകയും തുടർച്ചയായി ഇംഗ്ലണ്ടിനെ സമ്മർദ്ദത്തിലാക്കുകയും അതിൻ്റെ ഭാഗമായി ഗോള് നേടി മുമ്പിൽ വരികയും ചെയ്തു. അപ്പോൾ ആ ഗോള് നമ്മൾ എന്താണ് വളരെ മികച്ച ഗോളാണ്. അപ്പോൾ അത് ഷെൽഡ്രോപ്പ് അദ്ദേഹം ഹാലൻഡിനെ ക്രോസ് ചെയ്തതാണോ അതോ, കാരണം ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ലെഫ്റ്റ് വിങ് എന്നാണ് ചെയ്തത്. അപ്പോൾ ഗോളിയും സർപ്രൈസ്ഡ് ആയിരുന്നു. പക്ഷേ അതൊരു മികച്ച ഗോളായിരുന്നു. അപ്പോൾ അതിന് ശേഷം ആണ് ഇംഗ്ലണ്ട് വീണ്ടും ഫസ്റ്റ് ഹാഫിൽ ഉണർന്ന് കളിച്ചത്. അങ്ങനെ ഇംഗ്ലണ്ട് തുടർച്ചയായി അറ്റാക്ക് നടത്തുകയും ബെല്ലിംഗ്ഹാമിലൂടെ ഏറ്റവും ആ ക്രൂഷ്യൽ സമയം, നമ്മൾ ഈ ഹാഫ് ടൈമിൻ്റെ തൊട്ട് മുമ്പുള്ള ഇഞ്ചുറി ടൈമിൽ ബെല്ലിംഗ്ഹാമിലൂടെ അതും ഈ പറഞ്ഞ പോലെ വളരെ മികച്ച ഗോളായിരുന്നു. ബെല്ലിംഗ്ഹാം 3 പ്ലേയേഴ്സിനെ ഡ്രിബിൾ ചെയ്തിട്ടാണ്, നല്ല ഷൂട്ടിങ്ങുമായിരുന്നു. അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ ഇംഗ്ലണ്ട് ഡെക്ലാൻ റൈസിനെ വലിച്ചോടുകൂടി ഇംഗ്ലണ്ട് ആകെ പതറുന്നൊരു കാഴ്ചയാണ് കണ്ടത്. അതെ, ഡെക്ലാൻ റൈസ് ഇന്ന് കളിക്കുമോ എന്ന് തന്നെ സംശയമായിരുന്നു. ഒരു പക്ഷേ അവസാനം ആ ഇൻറ്റൻസിറ്റിയിൽ കളിക്കുന്നതിന് പകരം ഫസ്റ്റ് ഹാഫ് കളിപ്പിക്കുക എന്നുള്ള രീതിയിലേക്കാണ്. പിന്നെ അവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് ഇഷ്യൂവും എല്ലാം, ഒരു ഹ്യൂമിഡിറ്റി പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഡെക്ലാൻ റൈസ് പോയതോടുകൂടി ഇംഗ്ലണ്ടിന് കൺട്രോൾ കംപ്ലീറ്റ് മിഡ്ഫീൽഡിൽ നഷ്ടപ്പെടും. കാരണം ഡെക്ലാൻ റൈസിന് പകരം ടുഷൽ ഇറക്കിയത് എസ് ആയിരുന്നു, ഒരു അറ്റാക്കറായിരുന്നു. അപ്പം ഈ ആൻഡേഴ്സനെ സിംഗിൾ പിവോട്ട് കളിപ്പിക്കുകയും പിന്നെ ബെല്ലിംഗ്ഹാമും എസ്സയും അഡ്വാൻസായി കളിക്കുകയും ചെയ്തതാണ്. അത് ആ ഒരു ഇതിൽ നമ്മൾ കണ്ടതാണ് നോർവേയുടെ കംപ്ലീറ്റ് ഡോമിനേഷൻ ആയിരുന്നു. നോർവേ ഒരുപാട് ചാൻസ് ക്രിയേറ്റ് ചെയ്ത് ഏത് നിമിഷവും നോർവേ ഗോളടിക്കാം എന്നുള്ള നിലയിലേക്കാണ് പോയത്. പക്ഷെ പിന്നീട് അതിനുശേഷം ഈ ഒരു അപകടം മനസ്സിലാക്കിയതിന് ശേഷമാണ് ടുഷൽ വീണ്ടും മിഡ്ഫീൽഡിലേക്ക് റീസ് ജെയിംസ്, നമ്മൾ റൈറ്റ് ബാക്ക് ആണെങ്കിലും അദ്ദേഹം ഇന്നലെ കളിച്ചത് ചെൽസിയിലും ഡിഫൻസീവ് മിഡ്ഫീൽഡറായി കളിക്കുന്ന പ്ലെയറാണ്. അങ്ങനെ റീസ് ജെയിംസിനെ ഇറക്കിയതിന് ശേഷം ആണ് ഇംഗ്ലണ്ട് വീണ്ടും കളിയിലേക്ക് തിരിച്ചു വന്നത്. അങ്ങനെ പക്ഷേ അത് കഴിഞ്ഞ് 90 മിനിറ്റ്സ് കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിലേക്ക് പോയതോടുകൂടി എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ട് പൂർണ്ണമായിട്ടും ആ ഗോൾ അടിച്ചത് മാത്രമല്ല, കളി മൊത്തത്തിൽ ഇംഗ്ലണ്ടിൻ്റെ ഒരു കൺട്രോളായിരുന്നു. പിന്നെ ബെല്ലിംഗ്ഹാമിൻ്റെ ആ സെക്കൻഡ് ഗോള് വേണമെങ്കിലൊരു ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറയാം നോർവേ ഗോൾ കീപ്പറുടെ. അത് മോർഗൻ റോജേഴ്സിൻ്റെ ഷോട്ട് ബ്ലോക്ക് ചെയ്തിട്ടു പക്ഷെ അതിലും ബെല്ലിംഗ്ഹാമിൻ്റെ ആ ഒരു ഇത് നമ്മൾ പറയാതെ വയ്യ. കാരണം ഒരു സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റിൻറ്റ് എന്ന് പറയുന്നത്, സ്ട്രൈക്കർ അല്ലെങ്കിൽ കൂടി നമ്മൾ ആ ഒരു ഷോട്ട് വരുമ്പോഴൊക്കെ ഡിഫൻഡറുടെ പിറകിൽ നിന്ന ആളാണ്. ആ ഒരൊറ്റ സെക്കൻഡിൽ
എന്താ പറയുക റീബൗണ്ടിന് വേണ്ടി പുള്ളിയുടെ ആ ഒരു ഇൻസ്റ്റൻറ്റ് ഭയങ്കര ഇതായിരുന്നു. പിന്നീട് അതിനുശേഷം നോർവേ പൂർണ്ണമായി കളിയുന്നു. അതാണ് ഈ ഹാലൻഡിനെ വരെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ അവർ വലിക്കേണ്ടി വന്നു. ഹാലൻഡിനെ പൂട്ടാനുള്ള ചുമതല ആർക്കായിരുന്നു? ഇപ്പോൾ ബ്രസീലിൽ ഗബ്രിയേലാന്ന് പറയല്ലോ, അതുപോലൊരു ചുമതല ആരായിരുന്നു? അല്ല, ഇംഗ്ലണ്ടിൽ ഇപ്പോൾ രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിൻ്റെ സെൻറ്റർ ബാക്ക് പെയർ നോക്കിയാൽ സ്റ്റോൺസ് ആയാലും ഗുയ ആയാലും അവർ എല്ലാ വീക്കും ഹാലൻഡുമായി ട്രെയിൻ ചെയ്യുന്ന 2 സെൻറ്റർ ബാക്കുകളാണ്. പിന്നെ ഹാലൻഡിനെ പൂട്ടുക എന്നത് ഹാലൻഡിലേക്കുള്ള സപ്ലൈ പൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഹാലൻഡ് നമ്മൾ കാണുന്നതാണ്. ഹാലൻഡ് അങ്ങനെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഹാലൻഡ് എന്താണ് അവിടെ വെറുതെ നിൽക്കുന്നത് എന്നുള്ളതാണ് പലരും ചോദിക്കുന്ന ചോദ്യം. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ഒരു കളിയുടെ ഒരു സ്റ്റൈലിൻ്റെ ഭാഗമാണ്. അപ്പം ഗുഹി ആയാലും സ്റ്റോൺസ് ആയാലും നല്ല രീതിയിൽ അവർക്ക് ഹാലൻഡിൻ്റെ മൂവ്മെൻറ്റ്സ് അറിയാം. അവർ എല്ലാ ദിവസവും ഹാലൻഡിൻ്റെ കൂടെ ട്രെയിൻ ചെയ്യുന്നതിൻ്റെ കൃത്യസമയത്ത് ചെന്ന് നിൽക്കുന്നാണ് പറയാം. ഏതാണ് പൊസിഷൻ കൃത്യമായിട്ട് അറിയാന്നുള്ള ബോൾ വരുന്നത് അത് ബ്ലോക്ക് ആക്കുക എന്നുള്ളതായിരിക്കും. അതെ, ഹാലൻഡിലേക്കുള്ള സപ്ലൈ. അപ്പോൾ പോലും ഹാലൻഡ് എനിക്ക് തോന്നുന്നു ഇന്നലെ ഒരു ഷോട്ട് അറ്റാണ് ഹാലൻഡ് നമ്മൾ ഒരു ഹെഡർ മാത്രമേ, അതും അത്ര ഡേഞ്ചറസ് അല്ലാത്ത പൊസിഷനിൽ. പക്ഷേ ഹാലൻഡിനെ ബോൾ എത്തിക്കുന്നതിൽ നോർവേക്കും പലത് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാലൻഡിനെ വളരെ വിദഗ്ധമായിട്ട് ഇംഗ്ലണ്ട് ഹാലൻഡിനെ അത് മറ്റ് വിങ്ങേഴ്സിൽ നിന്നാണ് കൂടുതൽ ത്രെറ്റ് വന്നത്. നമ്മൾ സെക്കൻഡ് ഹാഫ് എടുത്തു വെച്ചാൽ ഈ നുസയും ബോബും ഇറങ്ങിയതിന് ശേഷമാണ് ഇംഗ്ലണ്ട് ശരിക്കും വേർത്തത്. അവർ രണ്ടുപേരും ആ ഒരു ഫ്രഷ് ലെഗ്സായി വന്ന് വളരെ പേസിലായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അപ്പോൾ പോലും ഓവറോൾ നോക്കുമ്പം ഇംഗ്ലണ്ടിൻ്റെ ഡിഫൻസിലെ 3 പേരും മാഞ്ചസ്റ്റർ സിറ്റി പ്ലേയേഴ്സാണ്. ഒരു പക്ഷേ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഹാലൻഡിനെതിരെ ഇംഗ്ലണ്ടിന് ഉണ്ടായിട്ടുണ്ടാവും. തീർച്ചയായും നമ്മൾ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ നോർവേക്ക് എനിക്ക് തോന്നുന്നു ജയിക്കാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്ന ഒരു മത്സരം തന്നെയായിരുന്നു. അവർക്ക് ഓൾറെഡി അവരൊരു ഹിസ്റ്ററി എഴുതിയതാണ്. ക്വാർട്ടറിൽ ഒരു സെമിയിലേക്ക് പോയിട്ട് ഒരു എന്താ പറയുക എന്നൊന്നും ഓർത്തിരിക്കാവുന്ന ഒരു വിജയം അവർക്ക് സ്വന്തമാക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. എന്നിട്ടും അവരത് കൈവിട്ടു എന്നാണ് തോന്നുന്നത്. എന്തായിരുന്നു ഈ ഒരു മാച്ചിലെ ടേണിംഗ് പോയിന്റ് എന്തായിരുന്നു? അതായത് ഈ മാച്ചിൽ നോർവേ ഡോമിനേറ്റ് ചെയ്തിരുന്നു എന്നത് ശരിയാണ്. ഒരുപാട് ഗോൾ അടിക്കാൻ പറ്റുന്ന ചാൻസസ് അവർ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ഒന്നും അവർ കൺവേർട്ട് ചെയ്യുന്നില്ലായിരുന്നു എന്നുള്ളതാണ്. പലതരത്തിൽ, അതായത് ഇപ്പോൾ ഇവർക്ക് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റ് മൊത്തം കണ്ടതിൽ ഇവർക്ക് ഓഫ് ദ ബോളും ഓൺ ദ ബോളും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ് നോർവേ. അപ്പോൾ ഓൺ ദ ബോൾ ആണെങ്കിലും ഇവർ കളിക്കുന്ന ടൈമിൽ ഇവർ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓഫ് ദ ബോൾ ആണെങ്കിലും ഇവർ കൗണ്ടർ അറ്റാക്ക് പോയി ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ക്രിയേഷന് പലപ്പോഴും ഒരു പക്ഷേ എർലിംഗ് ഹാലൻഡ് എന്ന് പറയുന്ന പ്ലെയറിനെ കണ്ടെത്തിയിരുന്നെങ്കിൽ ഗോളാവാൻ പറ്റുന്ന ചില സംഭവങ്ങളായിരുന്നു. അതും സപ്ലൈ എപ്പോഴും കട്ടായിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഷെൽറപ്പ് ഗോൾ അടിച്ചതിന് ശേഷം സൊർലോത്തിനൊരു അവസരം ലഭിക്കുന്നുണ്ട്. ഡിഫൻസ് പക്കാ സ്പ്ലിറ്റായി നിൽക്കുന്നൊരു ടൈമാണ്. എർലിംഗ് ഹാലൻഡ് എന്ന് പറയുന്ന പ്ലെയർ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരൊറ്റൊരു പാസ് കൊടുത്തിരുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഹാലൻഡിനെ പോലത്തെ ഒരു പ്ലെയർക്ക് അങ്ങനത്തെ ഒരു പെനാൾട്ടി ബോക്സിൻ്റെ ഏതെങ്കിലും ഉള്ളിൽ ഏതെങ്കിലും വശത്ത് നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആളെങ്ങനെ അത് അടിച്ച് ഗോളാക്കും എന്നുള്ളത് നമുക്കറിയുന്നൊരു സംഭവമാണ്. പക്ഷെ അവിടെ സൊർലോത്ത് തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ ഗോളടിക്കാമെന്ന് തീരുമാനിച്ചിട്ട് അവിടെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് ക്രിറ്റിസിസം ഫാൻസിൻ്റെ സൈഡിൽ നിന്നൊക്കെ സൊർലോത്തിന് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ പല മൂമെൻറ്റ്സും ഇന്നലെ നോർവേ മിസ്സാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ മൊമെൻറ്റം വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടും നോർവേയും അവരുടെ ഒരു ഡൈനാമിക്സും കാര്യങ്ങളും വെച്ചിട്ട് ഈക്വൽ ആയിരുന്നു എന്നുള്ളതാണ്. സ്റ്റാറ്റ്സ് കട്ടൊക്കെയാണെന്നുള്ളതാണ്. ഇനിയിപ്പോൾ അവരുടെ ഷോട്ട്സ് ആണെങ്കിലും ഒരു പൊസഷൻ കാര്യങ്ങളെല്ലാം ഒരു 50-50 പോകുന്നത്. പക്ഷേ ഇങ്ങനത്തെ പല മൂമെൻറ്റ്സും, അതായത് നോർവേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ള പല മൂമെൻറ്റ്സും അവർ മിസ്സാക്കി കളഞ്ഞു എന്നുള്ളതാണ്. ആ ഒരു ബ്രസീലിനെതിരെ എങ്ങനെയാണോ നോർവേ കളിച്ചത് അതിനനുസരിച്ച് കിട്ടുന്ന ചാൻസ് ഫുള്ള് അവർ യൂട്ടിലൈസ് ചെയ്യുന്ന പോലെ. കാരണം അത് ഇപ്പോൾ അതിന് മുമ്പുള്ള ഒക്കെ മാച്ചിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹാലൻഡിലേക്ക് ബോൾ എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ ബോൾ എത്തിക്കാൻ അവസരം ഉണ്ടായിട്ട് പോലും ബോൾ എത്തിക്കാതെ ഹാലൻഡ് എന്ന് പറയുന്ന പ്ലെയറിനെ അവിടെ നില്ലാക്കി നിർത്തുന്ന രീതിയിൽ കാര്യം ചെയ്തു എന്നുള്ളതാണ്. അതിൽ നമ്മൾ പറയേണ്ട ഒരു പ്ലെയർ ഉണ്ട്, ജൂഡ് ബെല്ലിംഗാം. ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഹാരി കെയ്നാണ് എല്ലാ പോസ്റ്റേഴ്സിലും ഉണ്ടായിരുന്നത്. ഓഫ് കോഴ്സ് ഹാരി കെയ്ൻ ഒരു സൈഡിൽ ഗോളടിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ സഡൻലി ജൂഡ് ബെല്ലിംഗാം ഓൾറെഡി ഒരു സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ അദ്ദേഹം വിചാരിച്ചതിലും മേലെയാണ് പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വന്നത് മുതലേ ഇങ്ങനെ പറയാറുണ്ട് സിദാൻ്റെ ഒരു ചെറിയ ക്ലോണാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഒന്ന് ട്രോളൊക്കെ ചെയ്യപ്പെടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു കമ്പാരിസൺ പോലും വന്നു തുടങ്ങുന്ന രീതിയിലാണ് അദ്ദേഹം പെർഫോം ചെയ്യുന്നത്. എന്താണ് എല്ലാവരും ബെല്ലിംഗത്തിന് ഭയങ്കര ഓവർ റേറ്റഡ് ആണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല. കാരണം ഓവർ റേറ്റഡ് അല്ല എന്ന് പറയാൻ കാരണം ഒരു ബിഗ് ഗെയിം മാനാണ്. ഇത് ബിഗ് ഗെയിംസിൽ ആളുടെ ഒരു പെർഫോമൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മളൊരു മിഡ്ഫീൽഡർ ഇപ്പോൾ ഒരു ഗോൾഡൻ ബൂട്ട് റേസിലോട്ടൊരു മിഡ്ഫീൽഡർ കിടക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഹാലൻഡ് എന്തായാലും പുറത്തു. ഇനിയിപ്പോൾ ആ ഒരു 4 ആൾക്കാരെ പട്ടികയിലുള്ളത് ഒന്ന് ഹാരി കെയ്ൻ, ബെല്ലിംഗം, എംബാപ്പെ ആൻഡ് മെസ്സി. അപ്പോൾ ഒരു മിഡ്ഫീൽഡർ സ്ഥാനത്ത് നിന്നുകൊണ്ട് നേരത്തെ സാർ പറഞ്ഞ പോലെ ഒരു സ്ട്രൈക്കർ ഇൻസ്റ്റിങ്ക്റ്റ് വെച്ചിട്ട് ഒരാൾക്ക് പ്രവർത്തിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആളുടെ ഒരു എന്താ പറയുക ആളുടെ ഒരു മെൻറ്റാലിറ്റി ആ ഒരു ബിഗ് ഗെയിമിൽ വിജയിക്കണം എന്നുള്ള ആ ഒരു
നോക്കൗട്ട് ഗെയിംസിൻ്റെ ഒരു സ്പെഷ്യൽ മാനാണ് ബെല്ലിംഗം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇത് മാത്രമല്ല, ടുഹലിൻ്റെ ഒരു സ്റ്റൈല് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം, അതായത് ഇവരുടെ ഈ ഒരു ഏതെങ്കിലും ഒരു ഫ്ലാങ്കിലുള്ള ഒരു വൈഡ് മിഡ്ഫീൽഡറിനെയോ ഉള്ളിൽ കളിക്കുന്ന മിഡ്ഫീൽഡറിനെയോ അല്ലെങ്കിൽ വിങ്ങറിനെയോ അല്ലെങ്കിൽ തൊട്ട് ബാക്കിൽ നിൽക്കുന്ന ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡർ, ഇവർ പലപ്പോഴും ഇങ്ങനെ ആ ഫ്ലാങ്കിൽ സ്വിച്ച് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ തന്നെയാണ് ആ ബെല്ലിംഗത്തിൻ്റെ ഫസ്റ്റ് ഗോൾ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ആൻ്റണി ഗോർഡൻ, എനിക്ക് തോന്നുന്നു എലിയറ്റ് ആൻഡർസൺ ആയിരുന്നു തോന്നുന്നു, എലിയറ്റ് ആൻഡർസൺ, ആൻ്റണി ഗോർഡൻ, ജൂഡ് ബെല്ലിംഗം, ഇവരിങ്ങനെ ആ ഒരു സ്വിച്ചിങ്ങിലാണ് ആ ഒരു സംഭവം, ആ ഒരു ഗോൾ അവിടെ സ്കോർ ചെയ്യുന്നത്. ആ ഗോളിലൊരു ചെറിയ കോൺട്രവേഴ്സി ഉണ്ടല്ലോ, ഇപ്പോൾ ക്യാമറയിൽ ആ ബോൾ തട്ടി, എന്നാൽ സ്നിക്കോമീറ്ററിൽ തട്ടുന്നില്ല എന്ന് പറയുന്നത്. അതെ, ട്രയോണ്ടൻ്റെ ഈ ഒരു ബോളിൻ്റെ പ്രത്യേകത അവരൊരു ടെക്നോളജി വെച്ചിട്ട് കണ്ടുപിടിക്കുക, ആ ഒരു വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ അത് ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് എത്രത്തോളം ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ പറഞ്ഞു തന്നത് ജൂഡ് ബെല്ലിംഗത്തിൻ്റെ ആ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് നമ്മൾ ഒരിക്കലും, അതിൽ ഇതും കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. അതായത് ഹാരി കെയിനെ ഫൗൾ ചെയ്തിട്ടല്ലേ നോർവേ പ്ലെയർ മറ്റേ ഷെൽഡറപ്പിന് ബോൾ, അങ്ങനത്തെ കോൺട്രവേഴ്സീസ് ഉണ്ട്. ഇതിനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഫിഫ വേൾഡ് കപ്പ് എല്ലാവരും സംശയത്തിൻ്റെ കണ്ണിലൂടെയാണ് എല്ലാ മാച്ചസും കാണാന്നുള്ളതാണ്. അപ്പോൾ ബെല്ലിംഗം എന്ന് പറയുന്ന പ്ലെയറിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസും പ്ലസ് ഇംഗ്ലണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ പ്ലേ അല്ലെങ്കിൽ ആ ഒരു ടീം വർക്കും നമ്മൾ ഫസ്റ്റ് ഗോൾ കണ്ടു. സെക്കൻഡ് ഗോളിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ മാച്ചിൽ കണ്ട സെയിം സംഭവം, സ്പെയിൻ വേഴ്സസ് ബെൽജിയം മാച്ചിൽ എങ്ങനെയാണോ ആ കുബാർസിൻ്റെ ഷോട്ട് വന്നിട്ട് പിന്നെ ആ ഗോൾ അടിക്കുന്ന അതേ തരത്തിലുള്ളൊരു സംഭവം തന്നെയായിരുന്നു. ഒരു പക്ഷേ ഗോൾ കീപ്പറിൻ്റെ ഒരു മിസ്റ്റേക്ക് നമുക്ക് പറയാം, അത് ഒന്ന് തട്ടി അയച്ചാൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല. അത് കയ്യിൽ ഒതുക്കാൻ നോക്കിയപ്പം അത് പൂർണ്ണമായിട്ട് ഒതുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അവിടെ ഒരു റീബൗണ്ട് വരുന്ന ബോളിന് പലപ്പോഴും ബെല്ലിംഗ് ആണ് അവിടെ മുമ്പിലോട്ട് വരുന്നത്. പക്ഷെ അവിടെ നമ്മൾ എടുത്ത് പറയേണ്ട ഒരാൾ ഹാരി കെയിൻ തന്നെയാണ്. ഒരു പക്ഷേ ഹാരി കെയിൻ അങ്ങനെ ഒരു സ്പേസ് കൊടുക്കില്ല എന്നുണ്ടെങ്കിൽ ബെല്ലിംഗത്തിന് ഫോർവേഡിലോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്പേസ് കൊടുത്ത് ഡിഫൻഡേഴ്സിനെ വലിക്കുന്നുണ്ട് ഹാരി കെയിൻ. അതിലൂടെയാണ് ബെല്ലിംഗത്തിനെ പോലെ മിഡ്ഫീൽഡേഴ്സിന് അവിടെ സ്പേസ് കണ്ടെത്താൻ സാധിക്കുന്നത്. നമ്മൾ ജൂഡ് ബെല്ലിംഗാമിനെ കുറിച്ച് പറയുമ്പോൾ, ജൂഡ് ബെല്ലിംഗാം ഓൾറെഡി ഒരു നേരത്തെ നൂറ് പറഞ്ഞു, ഒരു ബിഗ് മാച്ച് പ്ലെയറാണ്. കാരണം എൽ ക്ലാസിക്കോയിൽ നിരന്തരമായി സ്കോർ ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ 2024 സീസണിൽ അദ്ദേഹം 2 മാച്ചും സ്കോർ ചെയ്തിരുന്നു. കഴിഞ്ഞ സീസണിലും എൽ ക്ലാസിക്കോ ഗോൾ അടിച്ചാണ്. എനിക്കതിനേക്കാൾ ഓർമ്മ വരുന്നത് കഴിഞ്ഞ യൂറോ കപ്പിൽ അദ്ദേഹത്തിനൊരു ഗോൾ ഉണ്ടായിരുന്നു, സ്ലൊവേനിയക്കെതിരാണെന്നാണ് തോന്നുന്നു, സ്ലോവാക്കിയോ. അതിൻ്റെ ഒരു ഏറ്റവും ഇഞ്ചുറി ടൈമിൽ ഇംഗ്ലണ്ട് പുറത്താകുന്നത് എനിക്കാണ് 1-0 പിന്നിലാണ്. ആ സമയത്താണ് ഒരു ബൈസിക്കിൾ കിക്കിലൂടെ ബെല്ലിംഗാം ഗോൾ അടിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒരു ടുഷേൽ വന്നതോടെ ബെല്ലിംഗാമിൻ്റെ ഒരു പ്ലേയിങ് സ്റ്റൈൽ കുറച്ചുകൂടി ഫ്രീ ആയി, അദ്ദേഹം ഒരു ബീസ്റ്റ് മോഡിലേക്ക് മാറി എന്ന് തോന്നുന്നുണ്ടോ? എന്താണ് ജൂഡ് ബെല്ലിംഗാമിനെ പറ്റി പറയുമ്പോൾ, നമ്മൾ ഇതിനു മുമ്പ് കണ്ട പ്ലേയേഴ്സിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്പെഷ്യൽ ക്ലോണാണ് ബെല്ലിംഗാം. നമ്മൾ സാധാരണ ഒരു CAM അല്ലെങ്കിൽ നമ്പർ 10 കാണാത്ത പല ക്വാളിറ്റീസും, കാരണം ബെല്ലിംഗാം ഒരു സെൻട്രൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡറൊക്കെ പോലത്തെ ഒരു ബിൽറ്റും അതുപോലെ ഒരു ഹാർഡ് വർക്കറുമാണ്. പുള്ളി നമ്മൾ അതെ, പുള്ളി കളിക്കുന്നത് നമ്പർ 10 പൊസിഷൻ, അല്ലെങ്കിൽ പുള്ളിനെ നമുക്ക് ശരിക്കും ഒരു ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ എന്ന് പറയാം. കാരണം ഈ ഒരു ബോക്സിൽ ആ ബോക്സിൽ, കാരണം അത്രയ്ക്ക് ഹാർഡ് വർക്കാണ്. വർക്ക് റേറ്റ്, പുള്ളിയുടെ വർക്ക് റേറ്റും പുള്ളിയുടെ ആ ഒരു സ്കിൽ സെറ്റും എല്ലാം കൂടി ചേരുമ്പം നമ്മളിപ്പോൾ ഒരു കംപ്ലീറ്റ് മിഡ്ഫീൽഡർ എന്നൊക്കെ നമുക്ക് പറയാം. കാരണം അദ്ദേഹത്തിന് വളരെ സുഖമായിട്ട് ഈ ഇറക്കി നമ്പർ 8 പൊസിഷനിൽ കളിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം പുള്ളി ഡിഫെൻസീവ്ലി നല്ല അവയർനെസ് ഉള്ള പ്ലെയറാണ്. അതുപോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ഓടിക്കൊണ്ടിരിക്കുന്ന പ്ലെയറാണ്. പിന്നെ ഹാരി കെയിനെ പോലെ ഒരു സ്ട്രൈക്കർ കൂടെ വരികയും കൂടി ചെയ്യുമ്പോൾ പുള്ളിക്ക് ആ സ്പേസ് ഇട്ട്, ഹാരി കെയിൻ നമ്മൾ സ്ഥിരം കാണുന്നതാണ്, ഹാരി കെയിൻ സ്പേസ് കൂടെ കളിക്കുന്ന അറ്റാക്കേഴ്സിന് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു പ്രത്യേക കഴിവുള്ള പ്ലെയറാണ് ഹാരി കെയിൻ. പലപ്പോഴും ഇന്നലെ നമ്മൾ ഇംഗ്ലണ്ട് അറ്റാക്ക് കാണുമ്പോൾ ഹാരി കെയിൻ നമ്പർ 10-ഉം ബെല്ലിംഗാം നമ്പർ 9-ഉം ആയതുപോലെയാണ് നമുക്ക് തോന്നാറുള്ളത്. അപ്പോൾ ബെല്ലിംഗാം ഈ ഒരു വേൾഡ് കപ്പിൽ കഴിഞ്ഞ ഒരു വർഷം ഒരു പക്ഷേ ബെല്ലിംഗാമിന് കമ്പാരിറ്റീവ്ലി കുറച്ചൊരു മോശം ഇതായിരുന്നു. കാരണം റയൽ മാഡ്രിഡിൽ എത്തിയതിനു ശേഷം ഒരുപാട് ക്ലച്ച് ഗോളുകൾ അടിച്ച് അങ്ങനത്തെ ഒരു ഇമേജ് ഉണ്ടാക്കിയ പ്ലെയറാണ്. കഴിഞ്ഞ വർഷം നമുക്കറിയാം റയൽ മാഡ്രിഡിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മൊത്തം ഒരു അൺസെറ്റിൽഡ് ആയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു, മാനേജർ ചേഞ്ചും. പക്ഷേ ഈ വേൾഡ് കപ്പിൽ അതുപോലെ തന്നെ നമ്മൾ അസാധാരണമായ ഒരു മെൻറ്റാലിറ്റി ഉള്ള പ്ലെയറാണ്. നമുക്ക് ഇംഗ്ലീഷ് മെൻറ്റാലിറ്റി അല്ല. അതെ. അപ്പോൾ പുള്ളി ഏത് വിവാദങ്ങൾ വന്നാലും ഒന്നും ഇതാക്കാതെ. പിന്നെ ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, നമുക്ക് പുള്ളിക്ക് ഫസ്റ്റ് ഹാഫ് തൊട്ടേ ഒരുപാട് ഫിസിക്കൽ ഡിസ്കംഫർട്ടുകളുണ്ട് ഓരോ വീഴ്ചയിലും കാരണം പുള്ളി ഒന്നും നമ്മളങ്ങനെ കാണുന്ന ആളല്ല. അപ്പോൾ ഈ ഷോൾഡർ ഇഞ്ചുറി ഉണ്ടായിരുന്നു, കാലിന്, പിന്നെ ആ ഒരു ഹ്യൂമിഡിറ്റീൻ്റെ ഒക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷേ 120, 105, 110 മിനിറ്റ് വരെ ഒരേ ഇൻറ്റൻസിറ്റിയിൽ അപ്പ് ആൻഡ് ഡൗൺ ഓടിക്കളിക്കാൻ ബെല്ലിംഗാമിന് പറ്റി. അപ്പം നമ്മൾ ഈ ഒരു ഇംഗ്ലണ്ടിൻ്റെ ഈ ഒരു ടൂർണമെൻറ്റിലെ ഗ്രാഫ് നോക്കുമ്പോൾ തുടങ്ങുന്നത് ഭയങ്കര ഹൈയിലാണ്. കാരണം ക്രൊയേഷ്യക്കെതിരെ ഒരു വലിയ വിജയം നേടുന്നു,
പിന്നീട് ഗാനക്കെതിരെ ഇങ്ങനെ കുറയുന്നു, പിന്നീട് ഇങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാഫാണ്. എന്നാൽ റിസൾട്ട് വൈസ് ഇപ്പോൾ സെമിയിലെത്തി. എനിക്ക് തോന്നുന്നു ഒരുപാട് കാലം ഇംഗ്ലണ്ടിന് സെമി ഒരു സ്വപ്നമായിരുന്നു. 2018 അവസാനം ഒന്ന് എത്തിയത്. അതിന് മുമ്പൊക്കെ സെമി പോലും എത്താത്തൊരു ടീമായിരുന്നു. അപ്പോൾ ഈ ഒരു ടീമിൻ്റെ ഇതുവരെയുള്ള പെർഫോമൻസും മെൻറ്റാലിറ്റിയും വെച്ച് അർജന്റീനയെ അടിക്കാൻ പറ്റുമോ? എന്താണ് ഒരു ഇംഗ്ലണ്ട് ഫാൻ എന്നുള്ള രീതിയിൽ തോന്നുന്നത്? എന്താണ് ഇപ്പോൾ ഫുട്ബോളിൽ ഇങ്ങനെ ഒരാൾ അടിക്കാൻ പറ്റുമെന്ന ചോദ്യത്തിൽ വലിയ പ്രസക്തി ഇല്ല എന്നറിയാം. എന്നാൽ പോലും നമുക്ക് ഒരു ഓൺ പേപ്പറെങ്കിലും ഇപ്പം അർജൻറ്റീനയുടെ മുകളിലാണ് ഇംഗ്ലണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നമ്മളൊരു ബാക്ക് ലൈൻ തൊട്ട് ഫ്രണ്ട് ലൈൻ നോക്കുകയാണ്. ഇംഗ്ലണ്ടിൻ്റെ ഡിഫൻസ് ഇപ്പം നമ്മൾ മുമ്പൊക്കെ വലിയ ക്ലബ്ബുകളിലെ പ്ലെയേഴ്സ് ആണെങ്കിൽ പോലും ഒരിക്കലും ഇത്രക്കൊരു കോർഡിനേഷൻ കണ്ടിട്ടില്ല. ഇതൊരു പക്ഷേ ഇപ്പം കൂടുതൽ സിറ്റി പ്ലേയേഴ്സ് ആയതിൻ്റെ ഒരു ഗുണം കൂടി ഉണ്ടാവാം. എന്നാൽ പോലും ഈ റൈറ്റ് ബാക്ക് എന്ന് പറഞ്ഞൊരു പൊസിഷൻ മാറ്റി നിർത്തിയാൽ ഈ 2 സെൻറ്റർ ബാക്കുകൾ, അതിപ്പോൾ ആ ഒരു 3 പേരിൽ കോൺസ കളിച്ചാലും ഗുഹി കളിച്ചാലും ഇന്നലെ സ്റ്റോൺസ് നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുക, വളരെ അർജൻറ്റീന ഇതുവരെ ഫേസ് ചെയ്ത ടീമിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഡിഫൻസ് ഒരു പക്ഷേ ഇനി അർജൻറ്റീന വരാൻ പോകുന്ന സെമി ഫൈനലിലെ ഇംഗ്ലണ്ട് ആയിരിക്കാം. പിന്നെ ലെഫ്റ്റ് ബാക്കിൽ ഒറീലി അസാധ്യ പെർഫോമൻസാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ 2 മിഡ്ഫീൽഡർമാർ, എലിയട്ട് ആൻഡേഴ്സൺ ആയാലും ഡെക്ലാൻ റൈസ് ആയാലും അവരൊരു എന്താ പറയുക വർക്ക് ഹോസുകളാണ്. അപ്പോൾ ഒരു നിമിഷം പോലും അപ്പോൾ അതിനെ മാച്ച് ചെയ്യാൻ അർജൻറ്റീനയുടെ മിഡ്ഫീൽഡ് ഒട്ടും മോശമല്ല. മെക്കലിസ്റ്ററും ഇവരുടെയൊക്കെ മാച്ച് ചെയ്ത് EPL കളിക്കുന്ന പ്ലെയർ തന്നെയാണ്. ഡീപോളുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഒരു പക്ഷേ അർജൻറ്റീനയെക്കാട്ടിയും ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഇംഗ്ലണ്ടിന് ഉണ്ടെന്ന് തന്നെ. കോച്ചിൻ്റെ ഒരു സ്റ്റാറ്റ് എങ്ങനെയാണെന്ന് തോന്നുന്നത്? കാരണം ഇംഗ്ലണ്ടിലെ എക്കാലത്ത് ഏറ്റവും ചർച്ച ആവുന്നൊരു പേര് കോച്ചാണ്. കാരണം ഇത്രയും സ്റ്റാർ പ്ലേയേഴ്സിനായിട്ട് ഉപയോഗപ്പെടുത്താതെ പോയ കോച്ചുമാരാണ്. എറിക്സൺ ആയാലും കാപ്പലിലായാലും ഒക്കെ. പിന്നീട് റിസൾട്ട് ബേസിൽ കുറച്ചെങ്കിലും മാറ്റം ഉണ്ടാക്കുന്ന സൗത്ത്ഗേറ്റാണ്. എന്നാലും സൗത്ത്ഗേറ്റിൽ ഫാൻസിന് ഹാപ്പി അല്ലായിരുന്നു. കാരണം ഒരു എന്താ പറയുക 5th ഗിയറിൽ ഓട്ടാനുള്ള ഒരു ഫെറാറി കിട്ടിയിട്ട് മറ്റേ മാരുതി പോലെ ഓട്ടാന്നൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ടുഷേൽ ഒരു നമുക്കറിയാം ടൂർണമെന്റ് വിന്നിംഗ് മാനേജറാണ്. എന്താണ് അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജീസ്? ചാമ്പ്യൻസ് ലീഗ് അടിച്ച പ്ലെയറാണ്, ലീഗുകൾ അടിച്ച പ്ലെയറാണ്. അപ്പം നമ്മൾ മാനേജറാണ്. അതെ, മാനേജറാണ്. അപ്പം നമ്മൾ മുമ്പ് സംസാരിച്ച പോലെ ടുഷേൽ ഒരു ടാക്ടീഷ്യനാണ്. ഒരു ഗെയിം മാനേജ്മെൻറ്റിൽ ഇപ്പം നമ്മൾ എന്താ പറയുക ഒരു ഗെയിം നടന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള മാനേജ്മെൻ്റ് ആയാലും ഒരു ഗെയിമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആയാലും ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ളതാണ്. പുള്ളിക്ക് അറിയാം ഓരോ കളിക്കും വേണ്ടത് എന്താണെന്ന് അറിഞ്ഞ് അതിനനുസരിച്ച്. ഇപ്പോൾ പുള്ളിയുടെ ടീം സെലക്ഷനിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ പരാതി പറയാം. കാരണം പുള്ളി ഒരു പക്ഷേ മറ്റുള്ളവരുടെ ഒരു അഭിപ്രായത്തിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ട് ടീം സെലക്ട് ചെയ്യുന്ന ആളാണ്. പക്ഷേ പുള്ളിയുടെ ആ ഗെയിം മാനേജ്മെൻറ്റും പുള്ളിയുടെ ആ ഒരു മെൻറ്റാലിറ്റി പ്ലേയേഴ്സിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നത് അതും ഒരു ഭയങ്കര ഫാക്ടറാണ്. ഈ ചാമ്പ്യൻസ് ലീഗൊക്കെ അടിച്ച വർഷം നമ്മൾ നോക്കിയാൽ മതി. ആ പുള്ളി ഒരു ഇംഗ്ലണ്ടിന് ഏറ്റവും ആവശ്യം അതാണ് മെൻറ്റാലിറ്റി. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, ഇംഗ്ലണ്ട് മുമ്പൊക്കെ വരുന്ന പോലെ ഒരു പേടിച്ചുകൊണ്ടല്ല ഒരു ബിഗ് നോക്കൗട്ട് മാച്ചിലേക്ക് വരുന്നത്. അത് ഈ സെമി കഴിഞ്ഞ് ഫൈനലിലേക്ക് എത്താം എന്നുള്ളൊരു വിശ്വാസം പ്ലെയേഴ്സിൽ ഇൻജെക്ട് ചെയ്യാൻ എന്തായാലും ടുഷലിന് പറ്റിയിട്ടുണ്ട്. നൂറൊക്കെ എന്താണ് അതിൽ അടയാനുള്ളത്? ഒരു ഇംഗ്ലണ്ട് അർജന്റീന പോരാട്ടം വരുമ്പോൾ എങ്ങനെയായിരിക്കും? ഇംഗ്ലണ്ട് അർജന്റീന പോരാട്ടം വരുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഇംഗ്ലണ്ടിന് ഇപ്പോഴത്തെ അർജന്റീനയുടെ ഒരു ഗെയിം വെച്ചിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇവർ ഓരോ ഗെയിമിനനുസരിച്ച് ഇവർ മാറുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഇതുവരെയുള്ള ടൂർണമെൻറ്റിൽ ഇംഗ്ലണ്ട് ഒരു ഗെയിമും അർജന്റീന ഒരു ഗെയിമും നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലൈറ്റ് അടിച്ചത് എന്തുകൊണ്ടും ഇംഗ്ലണ്ട് തന്നെയാണ്. കാരണം എല്ലാ പ്ലെയേഴ്സും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫാക്റ്റാണ്. പക്ഷേ അർജന്റീനയുടെ അവരുടെ ആ ഒരു പ്ലേയേഴ്സ് തമ്മിൽ കോർഡിനേഷൻ ഉണ്ടെന്നുള്ളത് ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുണ്ട്. പക്ഷെ എത്രത്തോളം ഒരു ഫൈനൽ തേർഡിലോട്ട് വരുമ്പോൾ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ അർജന്റീനയെക്കാളും ഒരു പടി മുകളിൽ നിൽക്കുന്നത് ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഇംഗ്ലണ്ട്. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ എല്ലാ സൈഡും പിന്നെ ഈ ഒരു ക്വാൻസിൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ട്. പക്ഷേ ഈ മാച്ചിൽ നമുക്ക് തോന്നുന്നു അതത്ര വല്ലാണ്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അവിടെ വേറൊരു കോൺസ് അവിടെ റൈറ്റ് ബാക്കിൽ കളിച്ചു, പിന്നെ സ്റ്റോൺസ്, ഗെയ്. അപ്പോൾ ഈ ഒരു രീതിയിൽ അവർക്കത് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഹോൾഡിംഗ് മിഡ്ഫീൽഡർ ഇല്ലയെന്ന് അവർക്ക് തോന്നുന്ന ടൈമിൽ റീസീംസിനെ ഇറക്കിയിട്ട് അവർക്ക് സിംഗിൾ പിവറ്റ് റോളിൽ കളിപ്പിച്ചിട്ട് അതും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ സ്ക്വാഡ് ഡെപ്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇംഗ്ലണ്ട് ഈസ് ഡൂയിങ് ബെറ്റർ റൈറ്റ് നൗ. അവർക്ക് വന്ന പ്രശ്നങ്ങളൊന്നും അവർക്കൊരു പ്രശ്നമായില്ല എന്നുള്ളതാണ്. അപ്പോൾ ഐ തിങ്ക് സ്ലൈറ്റ് എഡ്ജസ് ഫോർ ഇംഗ്ലണ്ട് റൈറ്റ് നൗ. പക്ഷേ ഇത് നിങ്ങൾ തന്നെ പറയുന്ന സംഭവമാണ്, വേൾഡ് കപ്പാണ്, ഒന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു ടൂർണമെൻറ്റിൻ്റെ വിധി മൊമെൻറ്റുകളിലാണ് നിർണ്ണയിക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് ഫിഫ റാങ്കിൽ ആദ്യ 4 ടീമുകളും തന്നെ സെമിയിൽ എത്തിയിട്ടുണ്ട്. ഫിഫ ഉദ്ദേശം തന്നെയാണ് നടന്നത്. കാരണം ഈ ഒരു സീഡിംഗ് സിസ്റ്റം നടപ്പാക്കിയിരുന്നു. ഈ 4 ടീമുകൾ തന്നെ സെമിക്ക് മുമ്പ് ഏറ്റുമുട്ടില്ലെന്ന് അത് കൃത്യമായി തന്നെ ഫലിച്ചു. അപ്പോൾ ഇനിയുള്ളത് 2 തീപ്പൊരി പോരാട്ടങ്ങളാണ്. അതിൽ ആര് വിജയിച്ച് കയറുമെന്ന് നമുക്ക് കാത്തിരിക്കാം.